ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണ അൺകണ്ടീഷണൽ ലവ് കേട്ടോ. ഞാൻ ഈ കണ്ണാടി ഇട്ടോട്ടെ, തലവേദനയുണ്ട്. അത് അടുത്ത് വായിക്കുമ്പോഴാണ് തലവേദന. ദൂരെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. അതെന്തൊരു സൈറ്റാണ് പറയുന്നത് എനിക്കറിയാം. ഷോർട്ട് സൈറ്റാണോ ലോങ് സൈറ്റാണോ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് ഈ കണ്ണാടി ഫിറ്റ് ചെയ്യാം കേട്ടോ. മുഖത്തേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രണയിക്കുന്ന ആൾക്കാർ തമ്മിലും ഭാര്യ ഭർത്താവ് തമ്മിലൊക്കെ പറയാറുണ്ട് ഞങ്ങൾ അൺകണ്ടീഷണൽ ലവ് ആണെന്നൊക്കെ. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. അൺകണ്ടീഷണൽ ലവ് എന്ന് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് പാരന്റ്സിന്റെ ഇടയ്ക്കാണ്. പ്രത്യേകിച്ചും അമ്മമാരുടെ സ്നേഹം. അമ്മമാരുടെ സ്നേഹത്തിന് ഒരു കണ്ടീഷനും ഇല്ല എൻ്റെ പൊന്നുമക്കളെ. കാരണം അച്ഛന്മാരുടെ എന്ന് പറയുന്ന അച്ഛന്മാരും ഒരുപാട് കണ്ടീഷൻ ഇല്ലാതെ അൺകണ്ടീഷണൽ ലവ് ചെയ്യുന്ന അച്ഛന്മാരും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും 90% അമ്മമാരുടെ ഇടയിലാണ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഞാൻ LLM എൻ്റെ പ്രോജക്റ്റ് ഓൾഡ് ഏജ് ഹോമാണ്. കേരളത്തിലെ ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഓൾഡ് ഏജ് ഹോംസിലേക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ പല അമ്മമാരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ വൃദ്ധസദനങ്ങൾ എന്ന് പറയുമ്പോൾ മക്കളെ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമായിട്ട് പോലും അവർക്ക് മക്കളെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. എൻ്റെ കുഞ്ഞ് സുഖമായിട്ട് ജീവിക്കട്ടെ, അവൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്, അല്ലെങ്കിൽ അവൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ ന്യായീകരിക്കുന്ന കുറേ അമ്മമാരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാര് എനിക്ക് തോന്നുന്നു ഒരു 90% അച്ഛന്മാരൊന്നുമില്ല. കുറച്ച് അച്ഛന്മാരൊക്കെ മക്കളെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ അമ്മമാര് 90% അമ്മമാരും മക്കളെ കുറ്റം പറയാത്ത അമ്മമാരെയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മമാരുടെ സ്നേഹമാണ് ഒരു ഒരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഞാൻ അമ്മമാർക്കാണ് കൊടുക്കുന്നത്. അമ്മയുടെ സ്നേഹത്തിന് ഒരു കണ്ടീഷനും ഇല്ല. മക്കൾ ചീത്ത വിളിച്ചാലും മക്കൾ എന്ത് ചെയ്താലും മക്കൾ ഉപേക്ഷിച്ചാലും ഒക്കെ മക്കളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് അമ്മയ്ക്കാണ് കൂടുതൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എതിർപ്പുണ്ടാവും കേട്ടോ. നിങ്ങളത് കമന്റ് ബോക്സിൽ കറക്റ്റായിട്ട് അറിയിക്കുക കേട്ടോ. പക്ഷെ ഞാൻ അച്ഛന്മാരെ അങ്ങനെ പറയുകയല്ല. അച്ഛന്മാർക്കും ഉണ്ട് സ്നേഹം. എന്നാലും അച്ഛന്മാര് മക്കള് സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അമ്മമാർക്ക് അങ്ങനെയല്ല. അവര് സുഖമായിട്ട് ജീവിച്ചോട്ടെ, അവരുടെ ഇഷ്ടം അവരുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവരത് ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുകയാണ് അമ്മമാരും ഭൂരിഭാഗവും. അതാണ് എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയത് കേട്ടോ. അൺകണ്ടീഷണൽ ലവ് ഏറ്റവും കൂടുതൽ ചേരുന്നത്, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് അമ്മമാര് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് അമ്മമാരോട് സംസാരിച്ചപ്പോഴും അച്ഛന്മാരോട് സംസാരിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ മക്കളെ ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ പോലും അവർ മക്കളെ തള്ളിപ്പറയാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നതിന് ബൈ.